പോലീസിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് നടി അൻസിബ. പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ടിനി ടോമിനെതിരായ പരാതിയിലും നീതി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. കേരളത്തിൽ ഇത്തരം അനീതി പ്രതീക്ഷിച്ചില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും അൻസിബ മീഡിയ വണ്ണിനോട് പറഞ്ഞു. പോലീസിനെതിരെ ഞാൻ പരാതി കൊടുക്കുമ്പോൾ പോലീസുകാർ എന്തായാലും ആ പരാതി ഏറ്റെടുക്കുമെന്നുള്ള യാതൊരു ശുഭപ്രതീക്ഷയും ഇല്ലാതെ തന്നെയാണ് ഞാൻ ആ പരാതി കൊടുത്തത്. എസ്.ഐ. രേഷ്മയ്ക്കെതിരെ ഞാൻ പരാതിപ്പെടുമ്പോൾ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പരാതിപ്പെട്ടത്. ഞാൻ ആദ്യമായിട്ട് എസ്.ഐ. രേഷ്മയെ കാണുന്നത് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വെച്ചിട്ടാണ്. അങ്ങനെയുള്ള ഒരാൾക്കെതിരെ ഞാൻ എന്തിന് ഇല്ലാത്തൊരു പരാതി കൊടുക്കണം? അങ്ങനെ കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് എന്നെ എന്തിന് തൃപ്പൂണിത്തുറ വനിതാ സെല്ലിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു? ഞാൻ 10:30 10:45 കണ്ട് അവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോ ഞാൻ കൃത്യമായിട്ട് പോലീസ് സ്റ്റേഷനിലെ രജിസ്റ്റർ ബുക്കിൽ പേര് എഴുതി ഒപ്പിട്ടിട്ടുണ്ട്. ഈ 10:30 10:45 മുതൽ 3:10 വരെ കണ്ട് ഞാൻ അവിടെ ഉണ്ട്. അത്രയും നേരം എന്നെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു നിർത്താനും എന്നെ ഇങ്ങനെ ഇത്തരത്തിൽ ബുദ്ധിമുട്ടിക്കാനും എന്നെ കൊണ്ടൊരു മാപ്പ് എഴുതി ഒപ്പിടിപ്പിക്കാനും ഉണ്ടായ സാഹചര്യം എന്താണ്? അപ്പൊ കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് ഇത്രയും കാര്യങ്ങൾ എങ്ങനെയാണ് എസ്.ഐ. രേഷ്മയ്ക്ക് ചെയ്യാൻ പറ്റുന്നത്? മാനസികമായി പീഡിപ്പിച്ചത് കൊണ്ടാണ് ഞാൻ എഴുതി ഒപ്പിട്ട് കൊടുക്കേണ്ടി വന്നത്. കഴമ്പില്ലാത്തൊരു പരാതിയുടെ പുറത്ത് എങ്ങനെയാണ് ഒരു മാപ്പ് എഴുതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു എസ്.ഐ. നിർബന്ധിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് എഴുതി ഒപ്പിട്ട് വാങ്ങിക്കാൻ ഒരു എസ്.ഐക്ക് തോന്നുന്നത്? ഉറപ്പായിട്ട് നിയമ നടപടിയിലേക്ക് തന്നെ ഞാൻ പോകുന്നത്. ഞാൻ കോടതിയിൽ പോകും. പക്ഷെ എനിക്കിതിലുള്ള ഭയങ്കര വിഷമം എന്താണെന്നറിയോ? ഞാൻ സാധാരണ സിനിമകളിലൊക്കെയാണ് ഇത്തരത്തിലുള്ള ഇൻജസ്റ്റിസുകൾ കാണുന്നത്. അപ്പൊ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ നടക്കുന്നു എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെ. മുഹമ്മദ് റഫീഖ് തരും വാർത്തയുടെ വിശദാംശങ്ങൾ. റഫീഖ്, നേരത്തെ അൻസിബയുടെ പരാതിയിൽ കേസെടുക്കാനുള്ളതൊന്നുമില്ല എന്ന് പറഞ്ഞ് പരാതി തള്ളുകയായിരുന്നു പോലീസ്. എന്നാൽ അൻസിബ പറയുന്നത് ഇപ്പോൾ തന്റെ പരാതിയിൽ കഴമ്പുണ്ട്, ഇല്ലാത്ത കാര്യം പറഞ്ഞ് നമുക്ക് പരാതി കൊടുക്കേണ്ട ഒരു കാര്യമില്ല, പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു എന്നാണല്ലേ? അൻസിബ പറയുന്നത് പോലീസിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, കോടതിയെ സമീപിക്കുമെന്നാണ്. അതുപോലെ അല്പസമയം മുമ്പ് ലക്ഷ്മിപ്രിയ പറഞ്ഞത് ഞാൻ ഒരു വളരെ ഗൗരവമുള്ള പരാതിയൊന്നല്ല കൊടുത്തത്, ഒരു ചെറിയ പ്രശ്നം പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൊടുത്തു എന്നുള്ളത് മാത്രമുള്ളൂ, അതിലാണ് വിളിപ്പിച്ചത് എന്നാണ് ലക്ഷ്മിപ്രിയ വളരെ ലളിതമാക്കി പറഞ്ഞതും. അൻസിബ പറയുന്നത് അത്തരത്തിൽ ലളിതമായിട്ടുള്ള ഒരു വിഷയമല്ല ഇത് എന്നുള്ളതാണ്. കാരണം 2026 ജനുവരി 30 തൃപ്പൂണിത്തുറ പോലീസ് സ്റ്റേഷനിലെ വനിതാ സെല്ലിൽ രാവിലെ 10:45 മുതൽ വൈകുന്നേരം 3 മണി വരെ തന്നെ പിടിച്ചിരുത്തുകയും തന്നിൽ നിന്ന് നിർബന്ധപൂർവ്വം ഖേദപ്രകടനം എഴുതി വാങ്ങുകയും അതിൽ ഒപ്പിടിക്കുകയും ചെയ്തു എന്നതിനൊപ്പം തന്നെ എസ്.ഐ. അല്ലാതെ ഈ പറയുന്ന നടി ലക്ഷ്മിപ്രിയയും അവരുടെ ഭർത്താവും തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിൽ പെരുമാറി എന്നുള്ള അടക്കമുള്ള ആരോപണങ്ങൾ അൻസിബ ഉന്നയിച്ചത്. ഈ കാര്യങ്ങൾ തന്നെയാണ് തൃക്കാക്കര ACPയുടെ മുന്നിൽ മൊഴിയായി നൽകിയതും. ഈ വിഷയത്തിൽ എസ്.ഐ. രേഷ്മയ്ക്കെതിരെയോ അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയക്കെതിരെയോ ലക്ഷ്മിപ്രിയയുടെ ഭർത്താവിനെതിരെയോ യാതൊരു നടപടിയും അവർ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർക്ക് കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്. ഈ റിപ്പോർട്ട് കൊടുത്തതോടെ തനിക്ക് പോലീസിൽ വിശ്വാസം പൂർണ്ണമായി നഷ്ടപ്പെട്ടു എന്നാണ് അൻസിബ നമ്മളോട് പറഞ്ഞത്. അതുമാത്രമല്ല, അന്ന് തൃപ്പൂണിത്തുറ വെച്ച് സ്റ്റേഷനിൽ വെച്ച് അൻസിബ വിവാഹിതയില്ലാത്തത് കൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഒന്നും ഫേസ് ചെയ്യേണ്ടതില്ലാത്തത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പോലീസും ലക്ഷ്മിപ്രിയയും പറഞ്ഞതായും അൻസിബ ആരോപിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതേസമയം ടിനി ടോമിനെതിരെ നൽകിയ പരാതിയിലും ഇതേ സാധനം സംഭവിക്കുമെന്നുള്ള ഭയം തനിക്കുണ്ട്. അതായത് പോലീസിൽ നിന്ന് നീതി ലഭിക്കില്ല എന്നുള്ള ഭയമുണ്ട്. രാഷ്ട്രീയപരമായിട്ടൊക്കെ ഇവർക്കെല്ലാം വലിയ ഉന്നത ബന്ധങ്ങൾ, തനിക്ക് അത്തരം ബന്ധങ്ങളില്ല. അത്തരത്തിൽ രാഷ്ട്രീയപരമായി വരെ ഇവർ ഈ കേസുകളെ അട്ടിമറിക്കും എന്നുള്ള ഭയമുണ്ട് എന്നാണ് അൻസിബ പറയുന്നത്.